രക്ഷിക്ക്. എടി, നില്ല് ഞാൻ. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താണ് പെർഫ്യൂം ഒക്കെ അടിച്ചു? പുറത്തെവിടെങ്കിലും പോകുന്നുണ്ടോ ഈ രാത്രിയില്? അതെ അതെ, സ്വർഗത്തിലേക്കൊരു യാത്ര പോവാൻ പോവാ. ഞാൻ തനിച്ചല്ല, നമ്മൾ ഒരുമിച്ച്. വേഗം ആ പാലും കൊടുത്താ. എന്ത് പറ്റി? താങ്ക്സ് ഗൗതം. എന്തിന്? എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആശ്വാസം കിട്ടുന്ന ഈ ഇടത്തിലേക്ക് എപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചതിന്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ നെഞ്ചിടമാണ്. ഇതിൽ മുഖം ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഗൗതമിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും എനിക്ക് ഒരമ്മയാവാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോ, ചുറ്റും നിന്നവർ അതിനുവേണ്ടി വാശി പിടിച്ചപ്പോ ഒന്ന് മാറി ചിന്തിച്ചേനെ, മനസ്സൊന്ന് പതറിയേനെ. പക്ഷെ എന്റെ ഗൗതം എന്നെ കൈവിട്ടില്ല. മുമ്പത്തേക്കാൾ അധികം സ്നേഹത്തോടെ എന്റെ എല്ലാ കഴിവുകേടുകളും മറന്ന് എന്നെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇതിനൊക്കെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഗൗതം. ഏയ്, എന്താ നിധി ഇത്? നീ എന്റെ ഭാര്യയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിന്നെ ഞാൻ കൈവിട്ട് കളയോ? കൈവിടണ്ട. അങ്ങനൊരാലോചന ഗൗതമിന്റെ മനസ്സിൽ തോന്നിയെന്ന് എനിക്ക് മനസ്സിലായാൽ മാത്രം മതി. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയപ്പോ നീ വന്നത് എന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, എന്റെ മനസ്സിലേക്ക് കൂടിയ. നീ വേറെ ഞാൻ വേറെ എന്ന ചിന്ത എനിക്ക് പണ്ടുമില്ല, ഇപ്പോഴുമില്ല. പഴയത് തന്നെ ഇന്നത്തെ ഈ അവസ്ഥയിലും ഞാൻ ആവർത്തിക്കുന്നു. നമുക്ക് കുട്ടികൾ ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, നമ്മുടെ ഇടയിലെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല. ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. മതി, ഇത് കേട്ടാ മതി എനിക്ക്. വാ. നോക്ക്, ഇപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരവസാനമായി. നിനക്ക് അമ്മയാവാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫ്രീ ബേർഡ്സാ. സോ നമ്മൾ ഇവിടെ നിന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങുക. അതുകൊണ്ട് അതുകൊണ്ട് ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. എന്തു പറയുന്നു? നമുക്ക് നമ്മുടെ പുതിയ ജീവിതം തുടങ്ങിയാലോ? എന്താ? ഈ ഫോട്ടോ വെറും മോഹം മാത്രമായി അവസാനിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇത് സത്യമാവാൻ പോവാ. ഈ ഫോട്ടോയില് പോലെ 3 കുഞ്ഞുങ്ങൾ പടപടപടപടാന്നിങ്ങ് പോരണം. പറ്റുമെങ്കിൽ ഒരുമിച്ചായിക്കോട്ടെ. ഒരുമിച്ചോ? സമയമില്ലെന്നേ. ഇതുപോലെ ഒരുപാട് ഫോട്ടോകൾ വരപ്പിച്ചെടുത്ത് ഈ മുറി നിറയ്ക്കാനുള്ളതാ നമുക്ക്. അയ്യടാ മോനെ. അതെ, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒരല്പം വെറൈറ്റി ഉള്ളതാ. എന്ത് വെറൈറ്റി? ഞാൻ കാണിച്ചു തരാം. ഹൽവയോ?
അതാണ് പറഞ്ഞത് വെറൈറ്റി എന്ന്. ഹൽവ കഴിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് എപ്പിസോഡ് ആരംഭിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഹൽവ കഴിക്കുന്നതിന് ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? ഈ ഹൽവ ഞാൻ നിന്റെ വായിലേക്ക് വെച്ചുതരും. ഓക്കെ. പക്ഷേ ഇത് മുഴുവൻ നീ അങ്ങ് കഴിച്ചേക്കരുത്. ഇല്ല, പാതി ഞാൻ ഗൗതമിന് തരാം. എങ്ങനെയാ ഹൽവ തരാൻ പോകുന്നത്? ഇതിന്റെ പകുതി നീ കൈകൊണ്ട് തൊടാൻ പാടില്ല, എന്റെ കയ്യിൽ തരാനും പാടില്ല. എന്റെ കൈ കൊണ്ട് തൊടാനും പാടില്ല, ഞാൻ ഗൗതമിന് തരാനും പാടില്ല. പിന്നെങ്ങനെ തരും? ആ, മനസ്സിലായി മോനെ. അയ്യടാ, നാണിക്കാതെ വായം കൊണ്ട് തുറന്നേ. അത് വേണോ? വേണം. വായ തുറക്ക്. ഇവനൊന്നും വിളിച്ചാലും ഫോൺ എടുക്കത്തില്ലല്ലോ. എന്ത് സ്വഭാവം ഇത്? എന്തോ ഇത്? ഇതെല്ലാം കൂടെ വാരിക്കൊണ്ട് എങ്ങോട്ട് പോവാ? വെച്ചേ അവിടെ. എന്താ പ്രണവ്? നിനക്ക് വിവരം ബോധമൊന്നുമില്ലേ? തുണി അലക്കുന്നത് വിവരക്കേടാണെന്ന് പറയുന്ന ആദ്യത്തെ ആളെ ഞാൻ ഈ കാണുന്നത്. അത് ശരി, ഉണങ്ങിയ തുണിയൊക്കെ തന്നെ നല്ല ഭാരമുണ്ട്. ഇനി അത് അലക്കിയതും കൂടെ ആണെങ്കിൽ എന്തോരം വെയിറ്റ് ആയിരിക്കും. അതൊക്കെയാണോ നീ എടുക്കാൻ പോന്നെ? അല്ല, ഞാനെടുത്താൽ എന്താ കുഴപ്പം? എന്തോ കുഴപ്പമൊന്നോ? നിന്റെ വയറ്റിലെ ഒരു കുഞ്ഞുള്ള കാര്യം മറന്നോ? ആ, ഓ, കുഞ്ഞുണ്ടല്ലേ? കുഞ്ഞുണ്ടല്ലേന്ന് എന്തോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നീ? സത്യത്തിൽ നീ പ്രഗ്നന്റ് തന്നെയല്ലേ ശിവാനി? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാമോ പ്രണവ്? നിന്റെ വർത്തനം പ്രവൃത്തിയൊക്കെ കണ്ട ആരായാലും ചോദിച്ചു. ശിവാനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്തരം പണികളൊന്നും നീ ഇനി ഇവിടെ ചെയ്യണ്ട. ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാൻ ഇതൊക്കെ? എന്നെ സഹായിക്കാൻ ആരാ ഇവിടെ ഉള്ളത്? നിധി സഹായിക്കോ? പ്രണവിന്റെ അമ്മ സഹായിക്കോ? ഇല്ലല്ലോ. ഈ നിർമ്മലാനിക്ക് എന്തോ ഇവിടെ പണി? നിർമ്മലാന്റി ആ നിധി പറയുന്ന മാത്രമല്ലേ കേൾക്കൂ. എന്റെ തുണികളൊക്കെ അലക്കി തരുമോ? ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു തന്നെയല്ലേ പറ്റൂ. ഒരു കാര്യം ചെയ്യും, നിർമ്മലാനിയെ കൊണ്ടുവന്നത് ചേട്ടനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സർവന്റിനെ ഞാൻ കൊണ്ടുവരാം. ഇനി അങ്ങോട്ട് നീ കുനിഞ്ഞൊരു കുപ്പ എടുക്കണ്ട. രാജ്ഞിയെ പോലെ നിന്ന് ആജ്ഞാപിച്ചാൽ മാത്രം മതി. അതിന് പറ്റിയൊരു സർവന്റിനെ ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവന്നോളാം. നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം. ഇല്ലാത്ത കുഞ്ഞിന്റെ പേരില് ഇവൻ ഈ അതിക്രമങ്ങൾ മൊത്തം കാണിക്കുന്നത്. നാളെ എന്റെ വയറ്റിൽ കുഞ്ഞില്ലെന്നറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? എന്തോ ആലോചിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കല്ലേ? എന്ത്? ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കുന്നതാ. ചോദിച്ചോ. നിധിക്ക് പറ്റിയതുപോലെ നമ്മുടെ കുഞ്ഞും നഷ്ടപ്പെട്ടു പോയാൽ നിധിയെ പോലെ തന്നെ എനിക്കും ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്ന പ്രണവ് എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. അതിനെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലേ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിനക്കൊരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ കല്യാണം? ഞാൻ എന്തിനു നിന്നെ എന്റെ കൂടെ കൂട്ടണം? ഏട്ടത്തി എന്റെ ഏട്ട പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ നിന്നെ ഞാൻ എന്റെ തല ചുമക്കുന്നാണ് കരുതിയത്. നടക്കത്തില്ല. ഏട്ടത്തിക്ക് ഒരിക്കലും ഒരു അമ്മയാവാനാവത്തില്ല എന്ന് അറിഞ്ഞതോടെ നീയും വസുന്ധരാന്റെയും ചേർന്ന് ഒരു നിയമം ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, ഏട്ടത്തി ഒഴിവാക്കണമെന്നുള്ള നിയമം. ആ നിയമം നിനക്കും ബാധകമാ. അപ്പോ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? പിന്നല്ലാതെ. പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കണം? കഴുത്തി പിടിച്ച് പുറത്തെറിഞ്ഞ് എന്നിട്ടേ ഞാൻ വേറൊരുത്തിയെ നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് കെട്ടും. എന്ത് പറ്റി? എന്ത് പറ്റി? പേടിച്ചോയാ? നീ ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പറയാൻ വേണ്ടി ഒരു മറുപടി അങ്ങ് പറഞ്ഞു. ഇപ്പൊ രണ്ടും ഓക്കെ ആയില്ലേ? നോക്ക് ശിവാനി, ദൈവം സഹായിച്ച് ഇപ്പൊ നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. അതിനൊരു കുഴപ്പം വരാനും പോകുന്നില്ല കേട്ടാ. ആ വൃത്തിയിട്ടവൻ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഈ തുണികളൊക്കെ നീ ഇവിടെ ഇട്ടോ.
ഞാൻ തിരിച്ചു വന്നിട്ട് എടുത്ത് വിരിച്ചോളാം. ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചിട്ട് വരാം. കുറച്ചു നേരത്തേക്ക് ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നി എനിക്ക്. ശരിക്കും ഇവൻ തമാശക്ക് പറഞ്ഞതായിരിക്കോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് തമാശ ആക്കിയതാണോ? വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും സൂക്ഷിക്കണം.